പ്രണയാർത്ഥം എത്ര ആളുകളുടെ ഇഷ്ടം സമ്പാദിച്ച ഒരാളാണ്. ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയും കൂടി ഞാൻ ചെയ്ത ഇങ്ങനെ എഫക്ട് ഉണ്ടാവും, അങ്ങനെ ചിന്തിക്കോ? സിനിമ ആദ്യകാലത്താണ് ചിന്തിച്ചത്, പക്ഷെ ഇപ്പൊ സിനിമ മാറി. ഇപ്പോ ആൾക്കാർക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ അവരൊരു ഫിലിം മേക്കിംഗ് പ്രോസസ് തന്നെ അവർക്കറിയാം. ആക്ടേഴ്സ് ആണെന്നും ദേ ഷുഡ് പെർഫോം ലൈക്ക്, ആ പെർഫോമൻസിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇപ്പോൾ ബോധർ ചെയ്താൽ മതി. പക്ഷെ ഇപ്പൊ സിനിമകൾ മൊത്തം മാറി. ഇപ്പൊ അങ്ങനത്തെ ഇന്റിമേറ്റ് സീക്വൻസ് ആണെങ്കിൽ അവർ കുറച്ച് ക്ലാസി ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. തീരെ മോശമായിട്ടുള്ള. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റേ കൂടുതലുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതെ, നല്ല നല്ല എൻ്റെ നല്ല ഫ്രണ്ടാണ്. സോ അതേപോലെ ഒരു 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 നെഗറ്റീവ് ഇതോടുകൂടിയല്ല അവിടെ ആൾക്കാരുടെ സമീപനം എല്ലാം അങ്ങനെയല്ല സീൻസ് എടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല അങ്ങനത്തെ സിനിമകളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആസ് എൻ ആർട്ടിസ്റ്റ് എന്നെയും കൂടി ആവശ്യമാണ്. മാത്രമല്ല സത്യം പറഞ്ഞെങ്കിൽ ആ സിനിമ ഇത്രയും മലയാളികൾ കാണുന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല. അതിന്റെ മ്യൂസിക് ആയിരുന്നു, അതിന്റെ മ്യൂസിക്കാണ് അതിന്റെ മെയിൻ റീസൺ. അത് കഴിഞ്ഞിട്ട് ഹിറ്റ് ആവുന്നത് ഈ കുട്ടിയുടെ ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് എന്റെ റീല് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം ആളുകൾ കാണുന്നു. പക്ഷെ അത് തുടക്കത്തിൽ തന്നെ അവിടെ നിന്ന് എനിക്ക് മെസ്സേജസ് ആ സിനിമ അവിടെ റിലീസ് ആയി ഓടുമ്പോൾ തന്നെ അവിടെ നിന്ന് പല രീതിയിലുള്ള കമന്റ്സും, വൈ എന്തുകൊണ്ട് നിങ്ങൾ സിനിമ ചെയ്തു, യു ഹാവ് ഡൺ ദിസ് കൈൻഡ് ഓഫ് ഫിലിം, വൈ ആർ യു ഡൂയിങ് ദിസ് എന്നൊക്കെ ഉള്ളത് ചെറിയ ചിന്താഗതിക്കാരായ ആൾക്കാർ എനിക്ക് അയക്കുമായിരുന്നു. പക്ഷെ ഞാൻ അതൊട്ടും ബോധർ ചെയ്തിരുന്നില്ല. കാര്യം ആ സിനിമ എന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ സിനിമ ആ സിനിമ കണ്ടിട്ട് എനിക്ക് വന്നിട്ടുള്ള കുറെ കോൾസുകൾ എനിക്കുണ്ട്. സോ അതിന്റെ കുറച്ച് ഫിലിം മേക്കേഴ്സും അതിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കോൺടാക്ട്സും അത് വേറെയാണ്. സോ ഇവിടെ പക്ഷെ ഇത്രയും ഒരു വ്യൂവേഴ്സ് ആ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കണ്ടിട്ട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ഫാമിലിയിലെ മെമ്പേഴ്സ് ഉണ്ട്, വാട്ട് ഹാവ് യു ഡൺ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടാണ് സിനിമയെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലും ദാറ്റ്സ് ഫൈൻ ഫോർ ദം. ഐ മീൻ ദേ നോ വാട്ട് ഐ ആം. പക്ഷെ ഇങ്ങനത്തെ ഇപ്പൊ ഒരു ഇന്റിമേറ്റ് സീനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കൃത്യമായിട്ട് ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് ഡയറക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഐഡിയ വരുത്തിയിട്ട് അജ്മൽ അമീർ അതിലേക്ക് ഇറങ്ങുള്ളൂ. ഇല്ല, അദ്ദേഹം ആ സമയത്ത് ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഒരു സ്മൂച്ച്. എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വേറെ രീതിയിൽ കുറച്ച് അതിനെ മാറ്റിയും ഇതൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം ഡു ഇറ്റ് അജ്മൽ എന്നുള്ള നിങ്ങൾ പറയുമോ, പക്ഷെ ആ സമയത്ത് എനിക്ക് ചിരി വരും. അപ്പൊ കൂടുതൽ ഓപ്പോസിറ്റുള്ള ആർട്ടിസ്റ്റും ചിരിക്കും. അപ്പൊ പുള്ളിക്കാരൊക്കെ പ്രാന്ത് പിടിച്ചിട്ട് അവസാനം വേറെ രീതിയിലൊക്കെ ചെയ്ത വർക്ക്ഔട്ട് ചെയ്യാൻ സോങ് ഒക്കെ ഭയങ്കര രസമുള്ള സോങ്. കുറെ ആയിട്ട് ഇപ്പൊ സൂപ്പർ വില്ലൻ ആയിരുന്നല്ലോ, അതായത് നയൻതാരയുടെ വില്ലനാണ്, സുരേഷ് ഗോപിയുടെ വില്ലനാണ്. ഈ സൂപ്പർ വില്ലൻ ആകുമ്പോ ഇപ്പൊ ചില ആർട്ടിസ്റ്റ് ഒക്കെ അതെന്താ സീൻ വെച്ചില്ലെങ്കിൽ ഇപ്പൊ നെട്രിക്കലിന് ശേഷം എനിക്ക് ബാക്ക് ടു ബാക്ക് വന്ന പരിപാടികളാണ് ഈ സൂപ്പർ വില്ലൻ, പാപ്പൻ, ഹണ്ട്. ഇതൊക്കെ നെട്രിക്കൻ കാരണം കിട്ടിയ സാധനങ്ങളാണ്. ഇത് ഒരു ഈ ഫിലിം മേക്കേഴ്സിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ്ലി ഇപ്പൊ ഒരു സിനിമ അവര് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആലോചിക്കുന്നത് ഹൂ വിൽ ബി ദ വില്ലൻ. ഇപ്പൊ തമിഴിലെ വില്ലൻ ആരാ, ഏറ്റവും വലിയ സിനിമ ചെയ്തിട്ട് തെലുങ്കിലെ വില്ലൻ ആരാ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണ് ആൾക്കാർ അവർ കാസ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ ആ സമയത്ത് ഞാനാണ് അവിടുത്തെ ടോപ്പിൽ നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടർ. അപ്പൊ ഇവിടെ വരുമ്പോഴും അവർക്ക് ഓക്കെ ഫൈൻ, ഇവൻ വന്നാൽ ഓക്കെ അത് ചെയ്തത് കൊണ്ട് ആൾക്കാർ ഓക്കെ ആയിരിക്കും എന്നുള്ള സീനിലാണ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇതും ചെയ്യാതെ മാറിയിരുന്നുണ്ടെങ്കിൽ ഞാൻ മാറിയിരിക്കത്തേ ഉള്ളൂ. അപ്പൊ എനിക്ക് സിനിമകൾ വേണം, എനിക്ക് നല്ല ടെക്നീഷ്യൻസിൽ വർക്ക് ചെയ്യണം. അപ്പൊ വരുന്നതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതും എൻ്റെ ഡേറ്റുകൾക്കൊപ്പം ഓക്കെ ഫൈൻ ഈ ഡേറ്റ്സിൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ സിങ്ക് ചെയ്ത് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലാണ് സംഭവിച്ചു പോകുന്നത്. എനിക്ക് അതോടെ ഞാൻ നിർത്തി. ഞാനിപ്പോ കുറെ 100 ഞാൻ നിർത്തി പരിപാടി. വില്ലൻ ഇനി വേണ്ട, ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ലീഡ് റോൾസ് മാത്രം ചെയ്ത് മതിയുള്ള സീനിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ബാക്ക് ടു ബാക്ക് അങ്ങനെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ പാപ്പന്റെ വേഷത്തിന് ഇനിയും കുറേയും കൂടി അപ്രീസിയേഷൻ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട് കാലഘട്ടമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ളത്. ജോഷി സാർ എന്ന് പറഞ്ഞ പോലെ ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം ഒരു 50 വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഞാൻ ഈ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്, ഞാൻ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ ഒരു ഏരിയ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ് ജോഷി സാർ. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടവും സ്നേഹവും എല്ലാം എനിക്ക് അദ്ദേഹത്തോടുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു കഥ പറയാം. ഞാൻ ജോഷി സാറിനോട് ഒരു 3-ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഫൈറ്റ് മാസ്റ്ററിന്റെ ചെറിയൊരു പ്രശ്നം കാരണം എൻ്റെ തല പോയി ഇടിക്കുകയും ഞാൻ അദ്ദേഹത്തോട് കുറച്ച് കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്തു അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, അവിടെ പോയി ഇങ്ങനെ സംഭവിക്കും, നോ ഐ ആം ദെയർ, യു ഡു ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുകയും ഞാനപ്പോൾ കുറച്ച് കാര്യം സംസാരിക്കുകയും ചെയ്തു. അത് ജോഷി സാർ കേട്ടു. സാർ നീ ഒരു കാര്യം ചെയ്ത് നീ ചെയ്യേണ്ട, നീ പോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴത്തേക്കും ഞാൻ കാരവനിൽ വരുമ്പോഴത്തേക്കും നീ ജോഷി സാറിനോട് ഇങ്ങനെ സംസാരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക്
എൻ്റെ ഭാഗത്തൊരു തെറ്റും തോന്നിയില്ല. കാര്യം ഞാൻ അത്ര എഫേർട്ട് ഇട്ടാണ് അവിടെ നിന്നിരുന്നത്. അതിനുശേഷം ജോഷി സാറിനെ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ സത്യം പറയണമെങ്കിൽ ജോഷി സാർ സംസാരിച്ചപ്പോൾ സാറ് ഞാൻ അല്ല അത് ചെയ്തത്, ഞാൻ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് അറിയാതെ എനിക്ക് സങ്കടം വന്നു. ജോഷി സാറ് മനസ്സിലായി. പിറ്റേ ദിവസം ഒരു ഭയങ്കര സ്നേഹമായിരുന്നു ജോഷി സാറിനോട്. അതിന് സിനിമ കഴിഞ്ഞ് അവസാനം വരെ ഭയങ്കരമായിട്ട് എന്നെ പുള്ളിക്കാരൻ എന്താ പറയുക ഭയങ്കര സ്നേഹത്തിലാണ് ആരോടും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ ഒന്നിനും കോംപ്രമൈസ് ചെയ്യൂല. അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പോൾ ഷർട്ട് ഇല്ലാതെയായിരുന്നു ഓടേണ്ടിയിരുന്നത് രാത്രി ആ പെൺകുട്ടിയെ കൊണ്ട്. എനിക്ക് സാറ് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല, ഞാൻ ഷർട്ട് ഇട്ടോട്ടെ എന്ന് വെച്ചാൽ എന്താ ഇട്ടോ. വേറെ ആരെങ്കിലും സമ്മതിക്കുക, അവര് കൂടുതൽ അസിസ്റ്റൻസ് ഒക്കെ വേറെ ആരെങ്കിലും സമ്മതിക്കില്ല, പിന്നെ എങ്ങനെ സമ്മതിച്ചതെന്നുള്ള സീനിൽ. അപ്പൊ അങ്ങനെ സത്യം പറയണമെങ്കിൽ ആ സിനിമ വർക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് ജോഷി സാറായിട്ടുള്ള കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. പെർഫോമൻസുകളിൽ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു ഐക്കോണിക് പെർഫോമൻസ് ആണ് ഈ കോയിലേത്. എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് സമൂഹത്തിന് മൊത്തം ഉദ്ധരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ മുഖ്യമന്ത്രി ആവുകയും അയാൾ ആ സ്റ്റേറ്റിനെ തന്നെ തീർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തീവ്രവാദി ലൈനിലേക്ക് പോവുകയും ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലനാർക്കാണ്. അതിനകത്ത് ഒരു ഇൻഡോർ സീക്വൻസിൽ ഈ വയറുള്ള ഒരു കർട്ടൻ വെച്ചിട്ട് ഒരാളെ ജീവയുടെ അപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഒരു വില്ലനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഈസിനെസ്സോട് കൂടിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കെ വി ആനന്ദ് എന്താ ആ സമയത്തൊക്കെ ബ്രീഫായി തന്നിട്ടുണ്ടായിരുന്നത്? കെ വി സാറിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞാൻ സത്യം പറഞ്ഞെങ്കിൽ അത്രയും വലിയ സിനിമയിൽ അതൊരു വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് തുടക്കത്തിൽ ഇപ്പോൾ മാടമ്പി അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് പോയി ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ടെക്നീഷ്യൻസിനോട് വർക്ക് ചെയ്ത പരിചയം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഇവിടെ പോയപ്പോൾ നമ്മൾക്ക് എവിടെ നോക്കിയാലും ഒരു 250-300 ജൂനിയർ ആർട്ടിസ്റ്റ്, ലൈറ്റ് സെറ്റപ്പ് ഒക്കെ വേറെ പാറ്റേൺ. സോ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ വേറൊരു വേൾഡിലേക്ക് വന്നിരിക്കുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള സീനിൽ തന്നെ ഞാൻ ഓരോ പരിപാടികളും വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ തന്നെ പുള്ളിക്കാരനെ മനസ്സിലായി അപ്പോഴേ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ നീ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇത് ചെയ്യണം, കാരണം ഇതിന്റെ റീസൺ അതാണ്, ഇതിന്റെ പുറകിൽ ഇതായിരിക്കും നടക്കാൻ പോകുന്നത്, സോ യു ബി ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് മിഷ്കിൻ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ അവിടെ നമുക്ക് സമയമുണ്ട് എല്ലാം ചെയ്യാനായിട്ട്. മലയാളത്തിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. മലയാളത്തിൽ ടെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേക്ക് നമുക്ക് ഒട്ടും സ്പേസ് പോലും കിട്ടില്ല. നമ്മളൊന്ന് സംഭവം മനസ്സിലാക്കി ചെയ്ത് വരുമ്പോഴത്തേക്കും മടമ്പിക്ക് അങ്ങനെയായിരുന്നു, ഒറ്റ ടേക്കിലൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് കുറച്ച് സമയം ഒരു നമ്മളെയും കൂടി കുറച്ച് കൺസിഡർ ചെയ്തിട്ട് കുറച്ചും കിട്ടി നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ കോല് അങ്ങനെ ആയിരുന്നില്ല. കോല് നമുക്ക് കൃത്യമായിട്ടുള്ള സ്പേസ് എന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പെർഫോം ചെയ്യാനൊരു അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ കുറെ അദ്ദേഹമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട് ഈ ക്യാരക്ടറെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ വീണ്ടും ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി തുടങ്ങിയത്. സാർ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, സാർ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ധൈര്യമായിട്ട് സംസാരിക്കാൻ തോന്നിയ ഒരാള് കെ വി സാറാണ്. അതുവരെ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു ഡയറക്ടറോട് ഞാൻ ചോദിച്ചിട്ടില്ല. കാര്യം എനിക്കൊന്നും അറിയില്ല എന്നുള്ള പക്ഷെ സാർ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ. അങ്ങനെ കുറെ സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടാണ് ആ ക്യാരക്ടർ എനിക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്ലൈമാക്സിലെ ഫൈറ്റ് ഇങ്ങനെ തുപ്പിയിട്ട് സംസാരിക്കുന്ന ഒരു സാധനമാണ് അത്. പിന്നെ ഇങ്ങനെ തോക്ക് ശിവനെ വെച്ചിട്ട് ഞാൻ നിലത്തിലിട്ട് ഇല്ല ഞാൻ ചെയ്തോട്ടെ. അപ്പൊ ആദ്യം പുള്ളിക്കാരൻ നീ തോക്ക് വെച്ചോ, തോച്ചുകൊണ്ട് സംസാരിച്ചാൽ മതി, എന്നിട്ട് പുള്ളിക്കാരൻ ഇല്ല നീ തോക്കിട്ടോ, അതായിരിക്കും നല്ലത്. അങ്ങനെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റി. അപ്പൊ അതൊക്കെ ഒരുപാട് ക്യാരക്ടറിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ വളരെ കൃത്യതയുള്ളൊരു ഫിലിം മേക്കറാണ് അദ്ദേഹം. ഏറ്റവും ദിവസം വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ. അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ള സുഖം ഒന്ന് വേറെയാണ്.